നമുക്ക് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അനൂപ് നീലേശ്വരം ഉണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. അനൂപ്, കാസർഗോഡെ പൊതുവിലുള്ള ചിത്രം ഇപ്പോൾ എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായ നീലേശ്വരം നഗരസഭയിൽ LDFന് തുടർ ഭരണം എന്നാണ് നമുക്കിപ്പോൾ പറയേണ്ടത്. 21 സീറ്റുകൾ നേടി 34 വാർഡുകളുള്ള നീലേശ്വരത്ത് 21 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികൾ CPM സ്ഥാനാർത്ഥികൾ വിജയിച്ച് തുടർ ഭരണം ഉറപ്പാക്കി. 13 സീറ്റുകളിൽ UDF ജയിച്ചു. UDFനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ തവണ അവർക്ക് 9 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായത്. 2 വാർഡുകൾ ഇത്തവണ കൂടിയെങ്കിലും മൊത്തത്തിൽ 4 വാർഡുകളിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. 9-ൽ നിന്നും 13-ലേക്ക് എത്താൻ വേണ്ടി UDFന് സാധിച്ചിട്ടുണ്ട്. അതേസമയം 21 വാർഡുകളിൽ വിജയിച്ചുകൊണ്ട് നീലേശ്വരം നഗരസഭയിൽ LDF ഭരണം നിലനിർത്തി ഭരണം തുടർച്ച ഉണ്ടായിരിക്കുകയാണ്. ഇത് 3-ാം തവണയാണ് നഗരസഭ നിലവിൽ വന്ന ശേഷം LDF ഭരണത്തിലേർന്ന്. തൊട്ടടുത്ത് കാഞ്ഞങ്ങാട് നഗരസഭയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 15 സീറ്റുകളിൽ LDFും അതുപോലെ തന്നെ 12 സീറ്റുകളിൽ UDFും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 സീറ്റ് വ്യത്യാസത്തിലാണ് LDF അവിടെ ലീഡ് ചെയ്യുന്നത്. നിലവിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ LDFന്റെ ഭരണമാണ്. LDF ഭരണം നടക്കുന്ന അവിടെ 3 സീറ്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ BJPക്ക് 2 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ മറ്റിടങ്ങളിൽ വോട്ടെണ്ണൽ നടന്നു വരികയാണ്.